ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈസി ആയിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ. ഇത് ഞാൻ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണോ ഫ്രൂട്ട്സ് ഉള്ളത് അതെടുക്കാം. എനിക്കിവിടെ ഇപ്പോൾ ഇന്ന് ഒരു പഴവും അതുപോലെ തന്നെ കുറച്ച് ബ്ലൂബെറിയാണ് ഉള്ളത്. നിങ്ങൾക്ക് സീസണായിട്ട് എന്താണോ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് അതെടുക്കാം. അത് കുറച്ച് ഫൈബറിന് വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ മധുരത്തിനും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പ്ലാൻ പ്രോട്ടീൻ, ഇപ്പോൾ ഞാനിവിടെ സോയയുടെ പാലാണ്, അതിൽ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വരുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നമുക്കൊരു ബൗളിൽ വേണ്ട പാലെടുക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ്, ഇപ്പം ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് ആയതുകൊണ്ട് ഞാനൊരു ഹാൻഡ്ഫുൾ ഓഫ് നട്ട്സ് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള നട്ട്സ് എല്ലാം ഞാൻ എടുത്തു. കാഷ്യൂ എടുത്തിട്ടുണ്ട്, പംകിൻ സീഡ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ്, ഫ്ലാക്സ് സീഡ്, അങ്ങനെ ഇഷ്ടമുള്ള സീഡ് നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം നമുക്ക് എടുക്കാം. അതുപോലെ വാൽനട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ഫാറ്റി ആസിഡാണ്, ഹാർട്ടിൻ്റെ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു 4-5 വാൽനട്ടെങ്കിലും ഒരു ദിവസം കഴിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ബദാം സോക്ക് ചെയ്താണ് നല്ലത്. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് സോക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഞാനത് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. സൺഫ്ലവർ സീഡ്, അതുപോലെ തന്നെ ചിയ സീഡ് നിങ്ങൾക്ക് നേരത്തെ ഉണ്ടെങ്കിൽ അത് സോക്ക് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. ഇവിടെ ഞാൻ പിന്നെ എടുത്തേക്കുന്ന ഫ്ലോ സാമൻ ഷെയ്ലൻ എന്ന് പറഞ്ഞിട്ട്, അതായത് ആക്ച്വലി ഇതൊരു സിലിയം ഹസ്ക് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. ഇത് ഇന്ത്യയിൽ നിന്നുള്ളതാണ് ആക്ച്വലി. അപ്പം അത് 1 സ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈ ഇൻ ഫൈബറാണ്. അപ്പം നമുക്ക് കോൺസ്റ്റിപ്പേഷനൊന്നും വരാതിരിക്കാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ മുസ്ലി എടുക്കുന്നുണ്ട്, അതൊരു 2 സ്പൂൺ മുസ്ലി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കുക, ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ അഡീഷണലായിട്ട് ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഭയങ്കര കാർബ് കുറവാണ്. നമുക്ക് ഈ ഫ്രൂട്ട്സിലും ബനാനയിലും അതുപോലെ തന്നെ ബ്ലൂബെറിയിലുള്ള ചെറിയ ഒരു കാർബിൻ്റെ കണ്ടൻറ്റേ ഉള്ളൂ. ബാക്കി ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റും പ്രോട്ടീനും ഒക്കെയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.